ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അളവറ്റ സന്തോഷത്തോടെയാണ്. അതിന് രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഈ സമ്മേളനത്തിന് ഹേതുവായി തീർന്നത് യുക്തിവിചാരം ജോസേട്ടൻ എന്നറിയപ്പെടുന്ന മഹാനായ യുക്തിവാദി AV ജോസിൻ്റെ പേരിൽ ആദ്യമായി ഏർപ്പെടുത്തപ്പെട്ട, അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് ആദ്യമായി ഏർപ്പെടുത്തപ്പെട്ട പുരസ്കാരം ഇവിടെ ജോസേട്ടനെ പോലെ തന്നെ കഴിഞ്ഞ 10-40 വർഷമായി യുക്തിവാദ രംഗത്ത് പലതും ത്യജിച്ചുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ജബ്ബാറിന്, EA ജബ്ബാർ എന്ന ജബ്ബാർ മാസ്റ്റർക്ക് സമർപ്പിക്കുന്ന ചടങ്ങാണിത്. ആ രണ്ട് കാരണം കൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ആദ്യമായി ഞാൻ ജബ്ബാർ മാഷെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. രണ്ടാമതായി, ഈ സമ്മേളനം സംഘടിപ്പിച്ച കേരള യുക്തിവാദി സംഘത്തിൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തകരോടും ഈ സമ്മേളനത്തോട് സർവാത്മന സഹകരിച്ച് പ്രവർത്തിക്കുന്ന ജോസേട്ടൻ്റെ കുടുംബാംഗങ്ങളോടുമുള്ള എൻ്റെ കൃതജ്ഞത ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ജോസേട്ടനും ഇപ്പോൾ പുരസ്കാരം സ്വീകരിച്ച ജബ്ബാർ മാഷും തമ്മിൽ അവരെ അടുപ്പിക്കുന്ന ഒരു പൊതു ഘടകമുണ്ട്. അത് ഈ രണ്ടുപേരും സംഘടിത മതങ്ങളിൽപ്പെട്ടവരാണ് എന്നതാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഘടിത മതങ്ങളാണ് ക്രിസ്തു മതവും ഇസ്ലാം മതവും. ജനസംഖ്യ നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മതം ക്രിസ്തു മതമാണ്, രണ്ടാമത്തെ മതം ഇസ്ലാം മതവും. അപ്പോൾ ജോസേട്ടൻ ക്രിസ്തു മതത്തിൽപ്പെട്ടയാളായിരുന്നു, ജബ്ബാർ മാഷ് ഇസ്ലാം മതത്തിൽപ്പെട്ടയാളാണ്. ഈ സംഘടിത മതത്തിൽ പെട്ട ആളുകൾക്ക് നിരീശ്വരവാദ പ്രസ്ഥാനവുമായിട്ടും യുക്തിവാദ പ്രസ്ഥാനവുമായിട്ടും സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനവുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ സംഘടിതമല്ലാത്ത മതങ്ങളിൽപ്പെട്ടവർ നേരിടാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഹിന്ദുമതം ലോകത്തിലെ മൂന്നാമത്തെ മതം, അനുയായികളുടെ സംഖ്യ വെച്ച് നോക്കുമ്പോൾ ലോകത്തിലെ മൂന്നാമത്തെ മതമാണ് ഹിന്ദുമതം. ഹിന്ദുമതം സംഘടിതമല്ല, അസംഘടിത മതമാണ്. അതുകൊണ്ട് തന്നെ താരതമ്യേന അയവുള്ള മതമാണ് ഹിന്ദുമതം. ആ അയവ് ഇസ്ലാമിനില്ല, ഒരുപക്ഷെ ക്രിസ്തു മതത്തിനുമില്ല. സംഘടിതമായതുകൊണ്ട് അതിന് ഒരു സംഘടനാപരമായ ചട്ടക്കൂടുണ്ട്, ഒരു സ്ഥാപകനുണ്ട്, അല്ലെങ്കിൽ പ്രവാചകനുണ്ട്, ഒരൊറ്റ വേദഗ്രന്ഥമുണ്ട്. പിന്നെ കാലക്രമത്തിൽ ചരിത്രത്തിൻ്റെ പ്രവാഹത്തിൽ ഉണ്ടായി വന്നിട്ടുള്ള വളരെ ബലിഷ്ഠമായ കർക്കശമായ ചട്ടക്കൂടുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മതങ്ങളിൽ പെട്ടവർ യുക്തിവാദ പ്രസ്ഥാനത്തിലേക്കും സ്വതന്ത്ര ചിന്തയിലേക്കും ഒക്കെ കടന്നു വരുമ്പോൾ ധാരാളം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണമാണ് സൽമാൻ റുഷ്ദിയുടെ അനുഭവങ്ങൾ. സൽമാൻ റുഷ്ദി മുസ്ലിം സമുദായത്തിൽപ്പെട്ടയാളാണ്. അദ്ദേഹം ഒരു നോവൽ 1988 പ്രസിദ്ധീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് അദ്ദേഹം ജീവിക്കുന്ന ബ്രിട്ടനിൽ നിന്ന് ഉള്ള ഒരു വെല്ലുവിളിയല്ല, നേരെ മറിച്ച് മറ്റൊരു രാജ്യമായ ഇറാനിലെ മതപുരോഹിതൻ പുറപ്പെടുവിച്ച ഒരു ഫത്വയായിരുന്നു അദ്ദേഹത്തിന് നേരിടേണ്ടതെന്ന ഏറ്റവും വലിയ ഭീഷണി. അയത്തുള്ള ഖൊമൈനി എന്ന മതപുരോഹിതൻ, ഷിയ മുസ്ലിം മതപുരോഹിതൻ, ആ ഫത്വയിലൂടെ പറഞ്ഞത് പ്രവാചകനെ നിന്ദിക്കുന്ന, ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുന്ന സാത്താനിക വചനങ്ങൾ എന്ന നോവൽ രചിച്ച സൽമാൻ റുഷ്ദിയെ കണ്ടേടത്ത് വെച്ച് കൊല്ലാൻ ലോകത്താകമാനമുള്ള മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തു ആയത്തുള്ള ഖൊമൈനി. ഇന്ത്യയിൽ ജനിച്ച്
ബ്രിട്ടീഷ് പൗരനായി തീർന്ന ബ്രിട്ടനിൽ ജീവിക്കുന്ന ആളായതുകൊണ്ട് ആയത്തുള്ള ഖൊമേനിയുടെ ഫത്വ അങ്ങനെ എളുപ്പത്തിൽ നടപ്പാക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം ബ്രിട്ടൻ, അദ്ദേഹം ജീവിക്കുന്ന രാജ്യം ഇറാൻ പോലുള്ള രാജ്യമല്ല, സൗദി അറേബ്യ പോലുള്ള, പാകിസ്ഥാൻ പോലുള്ള രാജ്യമല്ല, അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യമല്ല. കൂടുതൽ ലിബറൽ ചിന്താഗതിക്കാരുള്ള രാജ്യമാണ്. അവിടുത്തെ ഭരണാധികാരികളും ഇത്തരം കാര്യങ്ങളിലൊക്കെ ലിബറൽ ചിന്താഗതി വെച്ച് പുലർത്തുന്നവരുമാണ്. അതുകൊണ്ട് ഖൊമേനിയുടെ ഫത്വ നടപ്പാക്കാൻ എളുപ്പത്തിൽ ആർക്കും സാധിച്ചില്ല. അദ്ദേഹം പക്ഷേ ദീർഘകാലം ഒളിവിൽ ജീവിക്കേണ്ടി വന്നു. അങ്ങനെ ഒളിവിൽ ജീവിച്ചു കൊണ്ടിരിക്കെ പിന്നീട് അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി. അമേരിക്കയിൽ വെച്ച് 2 വർഷം മുമ്പ് ഒരു മുസ്ലിം തീവ്രവാദി അദ്ദേഹത്തെ ഇതുപോലുള്ള ഒരു ചടങ്ങിൽ വെച്ച് ആക്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു. സൽമാൻ റുഷ്ദിക്ക് ഇപ്പോൾ ഒരു കണ്ണിന് കാഴ്ചയില്ല. മറ്റൊരു ഉദാഹരണമാണ് തസ്ലിമ നസ്രീൻ. അവരും മുസ്ലിം സമുദായത്തിൽപ്പെട്ടയാളാണ്, ബംഗ്ലാദേശുകാരിയാണ്. തസ്ലിമ നസ്രീൻ 1992 ഡിസംബർ 6 ഇന്ത്യയിൽ ഹൈന്ദവ തീവ്രവാദികൾ നശിപ്പിച്ച, തല്ലിത്തകർത്ത, ഇടിച്ചു നിരപ്പാക്കിയ ബാബറി മസ്ജിദിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നടന്ന വർഗീയ കലാപങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് അവരുടെ സ്വന്തം നാടായ ബംഗ്ലാദേശിലെ മുസ്ലിം തീവ്രവാദികളും മുസ്ലിം മൗലികവാദികളും അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾ മുന്നിൽ വെച്ച് എഴുതപ്പെട്ടൊരു നോവലുണ്ട്. ആ നോവലിൻ്റെ പേരാണ് ലജ്ജ. ഈ ലജ്ജ എന്ന പേര് തസ്ലിമ നസ്രീൻ പ്രസിദ്ധീകരിച്ചപ്പോൾ 1974 അവർ വേട്ടയാടപ്പെട്ടു. 1993-94 കാലഘട്ടത്തിൽ അവർ സ്വന്തം നാട്ടിൽ വേട്ടയാടപ്പെട്ടു. അവിടുത്തെ മുസ്ലിം തീവ്രവാദികൾ, മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകൾ, മുസ്ലിം വർഗീയവാദികൾ തസ്ലിമ നസ്രീനെ ആട്ടി ഓടിച്ചു സ്വന്തം രാജ്യത്ത് നിന്ന്. അവർ പല രാജ്യങ്ങളിൽ അഭയാർത്ഥിയായിട്ട് ജീവിക്കേണ്ടി വന്നു. അപ്പോൾ ദീർഘകാലമായിട്ട് ഇന്ത്യയിൽ അഭയാർത്ഥിയായിട്ട് തന്നെ ജീവിക്കുകയാണ് തസ്ലിമ നസ്രീൻ. ഇന്ത്യയിൽ വെച്ച് ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികൾ പല സന്ദർഭങ്ങളിൽ തസ്ലിമ നസ്രീന് നേരെ ആക്രമണങ്ങൾ നടത്തി. നമ്മുടെ കേരളത്തിലെ ചേകന്നൂർ മൗലവി, അദ്ദേഹം നിരീശ്വരവാദിയൊന്നുമായിരുന്നില്ല. അദ്ദേഹത്തെ നമുക്ക് യുക്തിവാദി എന്ന് വിളിക്കാനും ഒരു പക്ഷേ പറ്റില്ല, കാരണം അങ്ങനെ ആ രൂപത്തിലായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. പക്ഷേ ഇസ്ലാം മതത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ചില കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു, തൻ്റേതായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. ആ കാഴ്ചപ്പാടുകൾ അദ്ദേഹം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ കേരളത്തിലെ മുസ്ലിം യാഥാസ്ഥിതികർ, മുസ്ലിം തീവ്രവാദികൾ അദ്ദേഹത്തെ വധിച്ചു. ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഈ മുസ്ലിം സമുദായത്തിലും ഒരുപക്ഷെ ക്രിസ്ത്യൻ സമുദായത്തിലും പെട്ട നിരീശ്വരവാദികൾക്കും സ്വതന്ത്ര ചിന്തകന്മാർക്കും ഉണ്ടാകാറുണ്ട്. നമ്മുടെ ഇപ്പോൾ പുരസ്കൃതനായ ജബ്ബാർ മാസ്റ്റർക്കും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ജബ്ബാർ മാഷുമായിട്ട് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് 1990കളുടെ മധ്യത്തിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അക്കാലത്താണ് മഞ്ചേരിയിലെ ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് കോളേജിൽ പഠിച്ചിരുന്ന, യൂണിറ്റി കോളേജ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കോളേജിൽ പഠിച്ചിരുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിനി, തസ്നി ബാനു എന്ന വിദ്യാർത്ഥിനി മഞ്ചേരി യൂണിറ്റി കോളേജ് മുസ്ലിം ലീഗുകാരുടെ മുസ്ലിം മാനേജ്മെൻറ്റിന് കീഴിലുള്ള ഒരു കോളേജായിരുന്നു. പക്ഷേ തസ്നി ബാനു ചിന്തയിൽ സ്വാതന്ത്ര്യം പുലർത്തുന്നതിൽ തൽപരയായിരുന്നു. മറ്റുള്ളവർ പറഞ്ഞു കേട്ടത് അപ്പടി വിഴുങ്ങാൻ തയ്യാറില്ലാത്ത ഒരു വിദ്യാർത്ഥിനിയായിരുന്നു തസ്നി ബാനു. അങ്ങനെ ആ കുട്ടി കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. 90കളുടെ മധ്യത്തിലാണ് എൻ്റെ ഓർമ്മയനുസരിച്ച്. അന്ന് മഞ്ചേരിയിൽ പോയപ്പോഴാണ് ഞാൻ നമ്മുടെ ജബ്ബാർ മാഷെ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും. അവിടെ വെച്ച് മഞ്ചേരിക്ക് അടുത്തുള്ള ആനക്കയത്ത് പോയി ഞങ്ങൾ. ആനക്കയത്ത് അറിയപ്പെടുന്നൊരു യുക്തിവാദിയുണ്ട്, അദ്ദേഹം ഈ അടുത്ത കാലത്ത് അന്തരിച്ചു, സെയ്ദ് മുഹമ്മദിൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ 5-6 പേരുണ്ട്. അവിടെ കുറേ നേരം ചിലവഴിച്ചു. അങ്ങനെയാണ് ഞങ്ങളുടെ ആദ്യത്തെ പരിചയപ്പെടൽ എന്നാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷം പല സന്ദർഭങ്ങളിലും പല വേദികളിലും ജബ്ബാർ മാഷുമായിട്ട് വേദികൾ പങ്കിടാനുള്ള
അവസരം എനിക്കുണ്ടായി. ഞങ്ങൾ ഏറ്റവും ഒടുവിൽ വേദി പങ്കിട്ടത് ഏതാണ്ട് 1.5 വർഷം മുമ്പ് അമേരിക്കയിലെ കാലിഫോർണിയയിൽ വെച്ചാണ്. കാലിഫോർണിയയിലെ ട്രേസി എന്ന സ്ഥലത്ത് 2024 സെപ്റ്റംബറിൽ നടന്ന ഒരു ചെറിയ ചടങ്ങിൽ വെച്ചാണ് ഞങ്ങൾ പിന്നീട് വേദി പങ്കിടുന്ന ഒരു സന്ദർഭമുണ്ടായത്. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. അതായത് ഏതാണ്ട് 1.5 വർഷം മുമ്പാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത്. അങ്ങനെയുള്ള പരിചയം എനിക്ക് അദ്ദേഹവുമായിട്ടുണ്ട്. അദ്ദേഹം നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരനുഭവം, ഞാൻ നേരത്തെ പറഞ്ഞ ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ കാമുകൻ നാസറും, അതായത് തസ്നി ബാനു നാസർ, അവർ പ്രണയബദ്ധരായിരുന്നു. അവർ വിവാഹം കഴിച്ചു. വിവാഹം കഴിക്കുന്നതിന് ആ നാട്ടിലെ മഞ്ചേരിയിലെ മലപ്പുറം ജില്ലയിലെ മുസ്ലിം യാഥാസ്ഥിതികരും മുസ്ലിം തീവ്രവാദികളും എതിരായിരുന്നു. പക്ഷേ യുക്തിവാദിയും സ്വതന്ത്രചിന്തകനുമായ ജബ്ബാർ മാഷ് അവരുടെ വിവാഹത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നത് തൻ്റെ കർത്തവ്യമാണ് എന്ന ബോധ്യത്തിൻ്റെ പേരിൽ ആ വിവാഹം നടത്തുന്നതിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് കിട്ടിയതെന്താ ശിക്ഷ? അദ്ദേഹത്തിൻ്റെ വീട് ആക്രമിക്കപ്പെട്ടു. ഇതൊക്കെ 90കൾ നടക്കുന്ന. അതിനുശേഷം പല വേദികളിലും അദ്ദേഹത്തിന് നേരെ ഭീഷണി ഉണ്ടായിട്ടുണ്ട്, ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കോഴിക്കോട് ജില്ലയിലെ പറമ്പിൽ ബസാറിൽ ഒരിക്കൽ ഇദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കെ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് പ്രസംഗിക്കുക, മറ്റൊരാളുടെ ആശയങ്ങൾ പ്രസംഗിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ലല്ലോ. അവിടെയുള്ള മുസ്ലിം യാഥാസ്ഥിതികരെയോ അല്ലെങ്കിൽ മതയാഥാസ്ഥിതികരെയോ മത തീവ്രവാദികളെയോ പ്രീതിപ്പെടുത്തുന്ന വിധത്തിൽ സംസാരിക്കാൻ ജബ്ബാർ മാഷ് സാധ്യമല്ല. അദ്ദേഹം തൻ്റെ ആശയങ്ങൾ വളച്ചുകെട്ടില്ലാതെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെയുള്ള ഈ യാഥാസ്ഥിതിക തീവ്രവാദ വിഭാഗത്തിൽപ്പെട്ടവർ അദ്ദേഹത്തെ ആക്രമിക്കാൻ മുന്നോട്ട് വന്നു. പിന്നെ പോലീസ് ഇടപെടലുണ്ടായി എന്നൊക്കെയാണ് ഞാൻ അക്കാലത്ത് കേട്ടത്. പക്ഷേ അപ്പോഴും ജബ്ബാർ മാഷ് പറഞ്ഞതെന്താ? അവർ വേണ്ടത് ചെയ്തു കൊള്ളട്ടെ, ഞാൻ എൻ്റെ വാക്കുകൾ തിരുത്താൻ തയ്യാറല്ല എന്നാണ്. നമ്മുടെ യുക്തിവിചാരം ജോസേട്ടൻ ഒരു കമ്മിറ്റഡ് റേഷണലിസ്റ്റായിരുന്നു. അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഇവിടെ പ്രഭാഷണം നടത്തിയ സുഹൃത്ത് പറഞ്ഞു അദ്ദേഹം ചെയ്ത ത്യാഗങ്ങൾ. അദ്ദേഹം തൻ്റെ ജീവിതം തൻ്റെ ആശയങ്ങൾക്ക് വേണ്ടി, തൻ്റെ ആദർശങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ച ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹം മഹാനായ റേഷണലിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്താണ് അദ്ദേഹം യുക്തിവിചാരം എന്ന മാസിക നടത്തിപ്പോകുന്നത്. അതിൻ്റെ പത്രാധിപരായിരുന്നു. മാത്രവുമല്ല 1967 കേരളത്തിൽ യുക്തിവാദി സംഘത്തിന് അടിത്തറ പാകിയതിൽ മുഖ്യ പങ്ക് വഹിച്ച ജോസേട്ടൻ ആ സംഘടനയ്ക്ക് വേണ്ടി നിലകൊണ്ടു. തൻ്റെ ആശയങ്ങൾ, തൻ്റെ ആദർശങ്ങൾ ബലി കഴിക്കാതെ അതുമായിട്ട് എങ്ങനെയൊക്കെ സഹകരിച്ചു പോകാൻ പറ്റുമോ ആ രൂപത്തിലൊക്കെ അദ്ദേഹം സഹകരിച്ചു പോയി. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ചെറിയ ബിസിനസ്സിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നുമൊക്കെ സമ്പാദിച്ച പണവും ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന് നാം പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ജബ്ബാർ മാഷ് ഇങ്ങനെയുള്ള ഒരു സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ട് ഞാൻ സൽമാൻ റുഷ്ദി അനുഭവിച്ചതുപോലുള്ള അല്ലെങ്കിൽ തസ്ലീമ നസ്രീൻ അനുഭവിച്ചതുപോലുള്ള അത്രയേറെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടില്ലെങ്കിലും ഒരുപാട് ഇതുപോലുള്ള ഭീഷണികൾ നേരിട്ടിട്ടുണ്ട്, ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ മഹാനായ റേഷണലിസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ജോസേട്ടനെ പോലെ തന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മറ്റൊരു മഹാനായ റേഷണലിസ്റ്റാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ജബ്ബാർ മാഷ്. അദ്ദേഹത്തിനാണ് ഈ ജോസേട്ടൻ്റെ പേരിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയ ഈ പുരസ്കാരം നമ്മൾ സമ്മാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ജബ്ബാർ മാഷ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടയാളാണ്. ജോസേട്ടൻ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടയാളാണ്. അതുകൊണ്ട് അവരെ ബന്ധിപ്പിക്കുന്ന പൊതുഘടകം എന്ന് പറയുന്നത് ഈ സംഘടിത മതങ്ങളിൽപ്പെട്ട ആൾക്കാരാണ് ഇവർ രണ്ടുപേരും എന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടത്. അങ്ങനെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകന്മാർ, അതിന് ഹിന്ദു മതത്തിൽപ്പെട്ടവരായാലും വേറെ ഏത് മതത്തിൽപ്പെട്ടവരായാലും അവരൊക്കെ ആദ്യം ചെയ്യുക തങ്ങൾക്ക് പരിചയമുള്ള മതപരിസരം മുന്നിൽ വെച്ചുകൊണ്ട് തങ്ങൾ കുട്ടിക്കാലത്ത് പഠിച്ചു പോന്ന
മതം ഏതോ അത് മുന്നിൽ വെച്ചുകൊണ്ട് ആ മതത്തെയും ആ മതപരിസരത്തെയും വിമർശിക്കാനാണ് ശ്രമിക്കുക. ഇത് ജബ്ബാർ മാസ്റ്ററുടെയോ ജോസേട്ടിൻ്റെയോ മാത്രം കഥയല്ല. നോക്കുക നിങ്ങൾ, ബർട്ടൺ റസൽ ഒരു റേഷണലിസ്റ്റായിരുന്നു, ബ്രിട്ടീഷ് എഴുത്തുകാരൻ, ബ്രിട്ടീഷ് തത്വചിന്തകൻ. റസൽ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് വൈ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ. ഞാൻ എന്തുകൊണ്ട് ക്രിസ്ത്യാനിയല്ല. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേരാണത്, വൈ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ. അദ്ദേഹം ക്രിസ്തു മതത്തിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിച്ച ആളാണ്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പരിചയമുള്ളത് ക്രിസ്തു മതം ആണ്. അദ്ദേഹത്തിൻ്റെ മതപരിസരം ക്രൈസ്തവ മതപരിസരമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മതത്തെ വിചാരണ ചെയ്യുമ്പോൾ ആദ്യം വിചാരണ ചെയ്തത് അദ്ദേഹത്തിൻ്റെ സ്വന്തം മതത്തെ തന്നെയാണ്. അങ്ങനെയാണ് വൈ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ, ഞാൻ എന്തുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയല്ല എന്ന പുസ്തകം അദ്ദേഹം എഴുതിയത്. അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ ഹിന്ദു സമുദായത്തിൽപ്പെട്ട കാഞ്ച ഇലയ്യ എഴുതിയൊരു പുസ്തകമുണ്ട്, വൈ ഐ ആം നോട്ട് എ ഹിന്ദു. ബർട്ടൺ റസൽ വൈ ഐ ആം നോട്ട് എ മുസ്ലിം അല്ലെങ്കിൽ വൈ ഐ ആം നോട്ട് എ ഹിന്ദു എന്നൊരു പുസ്തകം എഴുതിയില്ല. കാഞ്ച ഇലയ്യ എന്ന ഹിന്ദു ഒരു പുസ്തകം എഴുതുമ്പോൾ മതത്തെ വിമർശിച്ചുകൊണ്ട്, ഹിന്ദു മതത്തെ വിമർശിച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതുമ്പോൾ അദ്ദേഹം അത് എഴുതുന്നത് ഹിന്ദു മതം മുന്നിൽ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് വൈ ഐ ആം നോട്ട് എ ഹിന്ദു, ഞാൻ എന്തുകൊണ്ടൊരു ഹിന്ദു അല്ല എന്ന് വിശദീകരിക്കുകയാണ് കാഞ്ച ഇലയ്യ ആ പുസ്തകത്തിൽ ചെയ്യുന്നത്. ഇതുപോലെ ഒരു മുസ്ലിം വൈ ഐ ആം നോട്ട് എ മുസ്ലിം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പാകിസ്ഥാൻ പൗരനാണ്. അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല. അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത് ഇബൻ വറാഖ് എന്ന തൂലികാനാമത്തിലാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല. അദ്ദേഹം ഈ പുസ്തകം, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകമാണ് വൈ ഐ ആം നോട്ട് എ മുസ്ലിം, ഞാൻ എന്തുകൊണ്ടൊരു മുസ്ലിം അല്ല എന്നത്. ആ പുസ്തകം രചിക്കപ്പെടുന്നത് 1995 നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. 1988 സൽമാൻ റുഷ്ദിക്കെതിരെ ആയത്തുള്ള ഖമനിയുടെ ഫത്വ വരുന്നത്, സാത്താനിക വചനങ്ങൾ എന്ന നോവലിൻ്റെ പേരിൽ. അത് കഴിഞ്ഞ് 7-ാം വർഷമാണ് ഇബൻ വറാഖ് ഈ പുസ്തകം രചിക്കുന്നത്, വൈ ഐ ആം നോട്ട് എ മുസ്ലിം. ഇസ്ലാമിനെ വിമർശിക്കുന്ന പുസ്തകമാണ്. അപ്പോൾ അദ്ദേഹം പാകിസ്ഥാനിലാണ് ജീവിക്കുന്നത്, ബ്രിട്ടനിലല്ല. അതുകൂടി ഓർക്കണം. സൽമാൻ റുഷ്ദിയെപ്പോലെ ബ്രിട്ടനിലല്ല അദ്ദേഹം ജീവിക്കുന്നത്, ഏതെങ്കിലും പാശ്ചാത്യ രാജ്യത്തല്ല, അമേരിക്കയിലല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നുമല്ല, ജീവിക്കുന്നത് പാകിസ്ഥാനിലാണ്. അപ്പോൾ ബ്രിട്ടനിൽ ജീവിച്ചു കൊണ്ടിരുന്ന സൽമാൻ റുഷ്ദിക്ക് ഇത്തരം ഒരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പാകിസ്ഥാനിൽ ജീവിക്കുന്ന താൻ വൈ ഐ ആം നോട്ട് എ മുസ്ലിം എന്ന പേരിൽ ഇസ്ലാമിനെയും മുഹമ്മദിനെയും ഒക്കെ വിമർശിച്ചു കൊണ്ടൊരു പുസ്തകം എഴുതിയാൽ എന്തായിരിക്കും അനുഭവം എന്ന് അദ്ദേഹത്തിന് ആലോചിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നു. തീർച്ചയായും അദ്ദേഹം കൊല്ലപ്പെടും. അദ്ദേഹം ഇബിൻ വറാഖ് എന്ന പേരിൽ പുസ്തകം എഴുതി. പിന്നെയും അദ്ദേഹം 3-4 പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സ്വന്തം മതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചായിരിക്കും ആദ്യഘട്ടത്തിൽ മതവിമർശനം നടത്തുന്ന ആൾക്കാരൊക്കെ പുസ്തകം എഴുതുന്നതും വിമർശനത്തിൻ്റെ കുന്തമുന ആ മതത്തിൻ്റെ അല്ലെങ്കിൽ ആ സമുദായത്തിൻ്റെ നേർക്കായി തിരിക്കുകയും ചെയ്യുന്നത്. മതവിമർശനം നടത്തുന്ന ആളുകൾക്ക് വർഗീയതയെ വിമർശിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം വർഗീയത എന്ന് പറയുന്നത് മതവുമായി ബന്ധപ്പെട്ടൊരു വിഷയം തന്നെയാണ്. മതവികാരവുമായിട്ട്, തലതിരിഞ്ഞ മതവികാരവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് വർഗീയത. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ജബ്ബാർ ഭാഷ ഉൾപ്പെടെയുള്ള ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന, ഖുർആനെ വിമർശിക്കുന്ന, പ്രവാചകൻ്റെ പല ചെയ്തികളെയും പ്രവാചകൻ്റെ പല വചനങ്ങളെയും ഒക്കെ വിമർശിക്കുന്ന ആളുകൾ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ തീർച്ചയായിട്ടും മുസ്ലിം വർഗീയതയെ വിമർശിക്കേണ്ടി വരും. ജോസേട്ടൻ ക്രിസ്ത്യൻ വർഗീയതയെ വിമർശിച്ചിട്ടുണ്ടാവും. അതുപോലെ ഹിന്ദുക്കൾക്കിടയിലെ എല്ലാ യുക്തിവാദികളും ഹൈന്ദവ വർഗീയത നിശ്ചയമായി വിമർശിച്ചിട്ടുണ്ടാവും, ഇപ്പോഴും വിമർശിക്കുന്നുണ്ടാവും. നമ്മുടെ ജബ്ബാർ മാഷ് ഇസ്ലാം മതത്തെയും അതിൻ്റെ വേദഗ്രന്ഥത്തെയും അതിൻ്റെ പ്രവാചകനെയും ഒക്കെ സൂക്ഷ്മ വിശകലനത്തിന് വിധേയമാക്കുകയും താൻ ആ മതത്തിലും ആ മതത്തിൻ്റെ പ്രവാചകനിലും ആ മതത്തിൻ്റെ പുസ്തകങ്ങളിലും കണ്ടെത്തിയ ന്യൂനതകൾ, ദൗർബല്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ മുസ്ലിം വർഗീയതയും ഉണ്ടായിരിക്കണം. ഇങ്ങനെ പറയുമ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉത്ഭവിക്കുന്നുണ്ട്. കാരണം പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ഇവിടെ
ഒരുപാട് കാലമായി 10, 30, 40 വർഷമെങ്കിലുമായിട്ട് ചില സംഘടനകളും ചില വ്യക്തികളും ചില സാംസ്കാരിക നായകന്മാർ എന്ന് പറയുന്നവരുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിം വർഗീയത എന്നൊരു സാധനമേ ഇല്ല എന്നാണ്. അത് പറയുന്നത് ലീഗാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം, ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് പറയുന്നതെങ്കിൽ സമ്മതിക്കാം, ഇന്ത്യൻ നാഷണൽ ലീഗുകാരാണ് പറയുന്നതെങ്കിൽ സമ്മതിക്കാം, അല്ലെങ്കിൽ കാന്തപുരമോ അല്ലെങ്കിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളോ അതുപോലുള്ള ആൾക്കാരോ ഒക്കെയാണ് ഇത് പറയുന്നതെങ്കിൽ നമുക്ക് സമ്മതിക്കാം. ഇവിടെ മുസ്ലിം വർഗീയത എന്നൊന്നുള്ളത് ഇല്ല എന്ന് പറയേണ്ടത് അവരുടെ ആവശ്യമാണ്. പക്ഷേ അല്ലാത്തവർ പറയുന്നു, ചില എഴുത്തുകാർ, മുസ്ലിം ലീഗുകാരല്ലാത്ത ജമാഅത്തെ ഇസ്ലാമിക്കാരല്ലാത്ത എഴുത്തുകാർ, ചില സാംസ്കാരിക പ്രവർത്തകന്മാർ, ചില ബുദ്ധിജീവികളെന്ന് ചില ആളുകളൊക്കെ വിളിക്കുന്നവരുമൊക്കെ പറയുന്നു മുസ്ലിം വർഗീയത എന്നൊരു ഏർപ്പാടില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ, മുസ്ലിം വർഗീയത എന്നൊരു സാധനം നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലുണ്ടെങ്കിൽ അതിനെയല്ല വിമർശിക്കേണ്ടത് ഹിന്ദു വർഗീയതയാണ്, ഭൂരിപക്ഷ വർഗീയതയാണ്, ന്യൂനപക്ഷ വർഗീയതയല്ല എന്ന് പറയുന്നവരുണ്ട്. അതിന് പറഞ്ഞിരത്തുന്ന കാരണം ഭൂരിപക്ഷ വർഗീയത ഇന്ത്യയിൽ അധികാരത്തിലേറുന്നതിന് മുമ്പേ പറയുന്ന കാര്യമാവട്ടോ. ഇത് ഭൂരിപക്ഷ വർഗീയത അധികാരത്തിലേറിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത്. ന്യൂനപക്ഷ വർഗീയതയ്ക്ക് ഒരിക്കലും അധികാരത്തിലേറാൻ കഴിയില്ല. ഇന്ത്യയിൽ കേന്ദ്രത്തിലൊരിക്കലും ഭരണത്തിൽ വരാൻ ന്യൂനപക്ഷ വർഗീയതയ്ക്ക്, മുസ്ലിം വർഗീയതയ്ക്കോ അല്ലെങ്കിൽ ക്രൈസ്തവ വർഗീയതയ്ക്കോ സിഖ് വർഗീയതയ്ക്കോ ഒന്നും കഴിയില്ല. അതുകൊണ്ട് അധികാരത്തിലേറാൻ പ്രാപ്തിയുള്ള, അധികാരത്തിലേറിക്കഴിഞ്ഞ അവരുടെ ഫാഷിസ്റ്റ് പ്രത്യയശാസ്ത്രം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷ വർഗീയതയെ മാത്രമാണ് വിമർശിക്കേണ്ടത് എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പറയുന്നവർ മനസ്സിരുത്തേണ്ട ഒരു വസ്തുതയുണ്ട്. ഇന്ത്യയിൽ, സ്വതന്ത്ര ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യ 1947 മുമ്പുള്ള ഇന്ത്യയാണ്, 1940 ശേഷമുള്ള ഇന്ത്യയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂരിപക്ഷ വർഗീയത വളർത്തുന്നതിൽ ന്യൂനപക്ഷ വർഗീയത സാരമായ പങ്കുവഹിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുന്നതിൽ ഇന്ത്യയിൽ, സ്വതന്ത്ര ഇന്ത്യയിൽ ന്യൂനപക്ഷ വർഗീയത, പ്രത്യേകിച്ച് മുസ്ലിം വർഗീയത അതിൻ്റേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ മാത്രം പറയാം. 1947 രാജ്യം സ്വതന്ത്രമായ ഘട്ടത്തിൽ രാജ്യത്തുടനീളം, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യ എന്നറിയപ്പെടുന്ന ഭാഗങ്ങളിലും അതുപോലെ പാകിസ്ഥാൻ എന്ന പുതിയ രാഷ്ട്രം ഉണ്ടായ ഭാഗങ്ങളിലുമൊക്കെ വർഗീയ കലാപങ്ങൾ അരങ്ങേറുന്ന സന്ദർഭമാണ് 1947-48 കാലം. അനേകം ലക്ഷങ്ങൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാൻ ഇന്ത്യയിലേക്കും പോരേണ്ടി വന്നു. ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഒരുപാട് അനിഷ്ട സംഭവങ്ങളുണ്ടായി. പക്ഷേ അതിനൊക്കെ ശേഷം പിന്നീട് 1950 തൊട്ട് 60 വരെ ഏതാണ്ട് 10 വർഷക്കാലം ഇന്ത്യയിലെ സാമുദായിക അന്തരീക്ഷം താരതമ്യേന ശാന്തമായിരുന്നു. ആ 10 വർഷക്കാലം കാര്യമായ വർഗീയ സംഘടനകൾ ഇന്ത്യയുടെ ഒരു ഭാഗത്തും ഉണ്ടായില്ല. നെഹ്റുവാണെന്ന് പ്രധാനമന്ത്രി. 1947 തൊട്ട് 1964 വരെ നീണ്ട 17 വർഷക്കാലം ജവഹർലാൽ നെഹ്റുവാണ് പ്രധാനമന്ത്രി. നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കെ 1961 നെഹ്റുവിനെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് ജബൽപൂരിൽ വലിയ വർഗീയ സംഘടന നടന്നു, മുസ്ലിം സംഘടനം. 1961 ജബൽപൂരിൽ. ആ സന്ദർഭത്തിലാണ് നെഹ്റു ഗവൺമെൻറ്, അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് ദേശീയോദ്ഗ്രഥന സമിതി ഉണ്ടാക്കുന്നത്. നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ എന്ന ഒരു സമിതി ഉണ്ടാക്കുന്നു നെഹ്റു ഭരണകൂടം. എന്തിനു വേണ്ടിയായിരുന്നു അത്? ഇവിടെ നേരെ താരതമ്യേന ശാന്തമായിരുന്ന സാമുദായിക അന്തരീക്ഷം വീണ്ടും കലുഷമാകുന്ന സാഹചര്യത്തിൽ ഹിന്ദു മുസ്ലിം മൈത്രി ഊട്ടിയുറപ്പിക്കുക, ഭൂരിപക്ഷവും ന്യൂനപക്ഷവും തമ്മിലുള്ള അകൽച്ച പരമാവധി കുറച്ചു കൊണ്ടുവരിക എന്നെല്ലാം ഉള്ള ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ ദേശീയോദ്ഗ്രഥന സമിതിക്ക് രൂപം കൊടുത്തത്. അതുമായിട്ട് സഹകരിക്കുകയാണ് സമാധാനത്തിലും മതനിരപേക്ഷതയിലും മതസൗഹാർദ്ദത്തിലും ഒക്കെ താല്പര്യമുള്ള എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും ചെയ്യേണ്ടത്. ഹിന്ദുക്കൾ അങ്ങനെ ചെയ്തു, സിഖുകാരങ്ങനെ ചെയ്തു, ക്രിസ്ത്യാനികൾ അങ്ങനെ ചെയ്തു. പക്ഷേ രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ ചെയ്തത് എന്താണ്?
64 1961 ജബൽപൂർ കലാപം ഉണ്ടാവുകയും 64 ദേശീയോദ്ഗ്രഥന സമിതി രൂപവൽക്കരിക്കപ്പെടുകയും ചെയ്തതിന് ശേഷം മുസ്ലിം സംഘടനകൾ, രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒട്ടേറെ മുസ്ലിം സംഘടനകൾ, അതിൽ മുസ്ലിം ലീഗുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, ജമിയത്തുൽ ഉലമയുണ്ട്, അങ്ങനെ ഒട്ടേറെ മുസ്ലിം സംഘടനകൾ കൂടിച്ചേർന്ന് ഒരു പ്രത്യേക സംഘടനയുണ്ടാക്കി. അഖിലേന്ത്യാ മുസ്ലിം മജ്ലിസെ മുഷാവറ എന്ന പേരിൽ. അഖിലേന്ത്യാ മുസ്ലിം മജ്ലിസെ മുഷാവറ എന്ന് പറഞ്ഞാൽ, മലയാളത്തിൽ പറഞ്ഞാൽ അഖിലേന്ത്യാ മുസ്ലിം കൂടിയാലോചനാ സമിതി എന്നൊരു സാധനം ഉണ്ടാക്കി. മുസ്ലിം സംഘടനകൾ, എല്ലാ സംഘടനകളും ചേർന്നൊരു കൂടിയാലോചനാ സമിതി, മുസ്ലിം കൂടിയാലോചനാ സമിതി. എന്തിനു വേണ്ടി? ഇവിടെ വർഗീയതയ്ക്കെതിരെ പോരാടാൻ വേണ്ടി ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട സംഘടനകൾ കൂടിയാലോചനാ സമിതി ഉണ്ടാക്കുകയാണ് വേണ്ടത്? അതോ രാജ്യത്തുള്ള എല്ലാ സമുദായത്തിലും പെട്ട, എല്ലാ മതങ്ങളിലും പെട്ടവരുൾപ്പെട്ട ഒരു മതേതര കൂടിയാലോചനാ സമിതി ഉണ്ടാക്കുകയാണോ വേണ്ടത്? ഒരു സെക്യുലർ കൂടിയാലോചനാ സമിതിയാണ് ഉണ്ടാക്കേണ്ടത്. അതിനു പകരം ഈ മുസ്ലിം സംഘടനകൾ ഇങ്ങനെ ഒരു അഖിലേന്ത്യാ മുസ്ലിം മജ്ലിസെ മുഷാവറ എന്ന പേരിലൊരു സമിതി ഉണ്ടാക്കിയപ്പോൾ, സംഘടന ഉണ്ടാക്കിയപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഭൂരിപക്ഷ വർഗീയവാദികൾ, അക്കാലത്തെ ജനസംഘം, RSS തുടങ്ങിയ സംഘടനക്കാർ പറഞ്ഞു, കണ്ടോ, മുസ്ലിം വർഗീയവാദികൾ ഇന്ത്യയിൽ മറ്റൊരു പാകിസ്ഥാൻ കൂടി സൃഷ്ടിക്കാൻ നോക്കുകയാണ് എന്ന്. ഈ അഖിലേന്ത്യാ മുസ്ലിം മജ്ലിസെ മുഷാവറ ആരെയാ സഹായിച്ചത്? ജനസംഘത്തെ സഹായിച്ചു, RSSനെ സഹായിച്ചു. 1960കളുടെ മധ്യത്തിൽ അവർക്ക് ഊർജം പകർന്നു. കാരണം മുസ്ലിം വർഗീയവാദികൾ വീണ്ടും ഇതാ പാകിസ്ഥാൻ, മറ്റൊരു പാകിസ്ഥാന് വേണ്ടി കോപ്പ് കൂട്ടുന്നു എന്ന് പ്രചരിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് 1970കളുടെ ആദ്യത്തിൽ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന് ഇതേ സംഘടനകൾ രൂപം നൽകിയത്. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്, അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. എന്തിനായിരുന്നു ആ വ്യക്തി നിയമ ബോർഡ് രൂപവൽക്കരിക്കപ്പെട്ടത്? ആ കാലത്ത് നെഹ്റു 1964 അന്തരിച്ചു. അദ്ദേഹം അന്തരിക്കുന്നതിന് മുമ്പ് ഹിന്ദുക്കൾക്കിടയിലെ, ഹിന്ദു സമുദായത്തിന് ബാധകമായിട്ടുള്ള വ്യക്തി നിയമങ്ങൾ പരമാവധി കാലോചിതമായി പരിഷ്കരിക്കാനുള്ള യത്നങ്ങൾ നടത്തി. അദ്ദേഹം വിജയിച്ചു. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില കോൺഗ്രസ് നേതാക്കന്മാരും ചില കോൺഗ്രസ് മന്ത്രിമാരും ഒക്കെ ആവശ്യപ്പെട്ടു, ഹിന്ദുക്കളുടെ വ്യക്തി നിയമം പരിഷ്കരിച്ചതുപോലെ 1961 പാകിസ്ഥാനിലെ മുസ്ലിം വ്യക്തി നിയമം പരിഷ്കരിച്ചതുപോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെയും വ്യക്തി നിയമം പരിഷ്കരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ആ സന്ദർഭത്തിലാണ് മുസ്ലിങ്ങളുടെ വ്യക്തി നിയമം പരിഷ്കരിക്കാതിരിക്കാൻ വേണ്ടി മുസ്ലിങ്ങളുടെ വ്യക്തി നിയമം സ്ത്രീവിരുദ്ധമായ ഒരുപാട് അംശങ്ങൾ അടങ്ങിയ, ബഹുഭാര്യത്വം അനുവദിക്കുന്ന, സ്ത്രീകളുടെ സ്വത്തവകാശം അതിൽ വിവേചനം കാണിക്കുന്ന, അതുപോലെ മറ്റ് പല സ്ത്രീവിരുദ്ധമായ അംശങ്ങളും അടങ്ങിയ മുസ്ലിം വ്യക്തി നിയമം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് എന്ന ഒരു സാധനമുണ്ടാക്കി. അതായത് പൊതു സിവിൽ കോഡ് വരാൻ പാടില്ല. എപ്പോഴാണ് ഇത് പറയുന്നത്? 1971, 72 കാലഘട്ടത്തിൽ അത് പറയുന്നത്. ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അക്കാര്യം. സഹായിച്ചത് ആരെയാണ്? മുസ്ലിങ്ങളെ സഹായിച്ചില്ല. ഈ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഉണ്ടാക്കിയതുകൊണ്ട് സഹായം കിട്ടിയത് ആർക്കാണ്? ഞാൻ നേരത്തെ പറഞ്ഞ ജനസംഘത്തിനും അതുപോലെ RSSനും ശിവസേനയ്ക്കും അതുപോലുള്ള ഹിന്ദു വർഗീയ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കാണ് അതുകൊണ്ട് നേട്ടമുണ്ടായത്. അവർക്ക് പറയാൻ കഴിഞ്ഞു, കണ്ടോ മുസ്ലിങ്ങൾ ഇങ്ങനെയാണ്, അവരുടെ നിയമം പരിഷ്കരിക്കാൻ പാടില്ല, ഹിന്ദു കുടുംബ നിയമങ്ങൾ പരിഷ്കരിക്കണം, മുസ്ലിം കുടുംബ നിയമങ്ങൾ പരിഷ്കരിച്ചുകൂടാ എന്നതാണ് അവരുടെ നിലപാട് എന്ന് ചൂണ്ടിക്കാണിക്കാനും പ്രചരിപ്പിക്കാനും അവർ സാധിച്ചു. അതുപോലെ 1985 എന്ന് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ 1985 വളരെ പ്രധാനപ്പെട്ടൊരു വർഷമാണ്. 1985 ഏപ്രിൽ 23 എന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീയതിയാണ്. 1985 ഏപ്രിൽ 21 പ്രസിദ്ധമായ ഷാബാനു ബീഗം കേസിൽ സുപ്രീം കോടതിയുടെ ചരിത്ര വിധി വരുന്നത്. ആ വിധിയിൽ പറഞ്ഞത്, ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട മുസ്ലിം സ്ത്രീക്ക് ഇന്ത്യയിലെ ക്രിമിനൽ നടപടി ചട്ടപ്രകാരം 125 വകുപ്പ് പ്രകാരം ജീവനാംശം ലഭിക്കാൻ അർഹതയുണ്ട്. മൊഴി ചൊല്ലിയ ഭർത്താവ് മൊഴി ചൊല്ലപ്പെട്ട മുസ്ലിം സ്ത്രീക്ക് ജീവനാംശം നൽകണം, മറ്റുള്ള സമുദായക്കാർ ചെയ്യുന്നത് പോലെ
എന്നായിരുന്നു സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത്. അത് അംഗീകരിക്കുകയല്ലേ മുസ്ലിം സ്ത്രീകളുടെ സംരക്ഷണത്തിൽ താല്പര്യമുള്ള മുസ്ലിം സംഘടനകൾ ചെയ്യേണ്ടത്? എന്താണ് അവർ ചെയ്തത്? അവർ അതിനെ എതിർത്തു, ആ വിധി എതിർത്തു. കോൺഗ്രസ്സിലെ ലിബറൽ ചിന്താധിക്കാരായ മുസ്ലിങ്ങൾ അതിനെ അനുകൂലിച്ചു. നമ്മുടെ കോഴിക്കോട്ടെ, കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു മുസ്ലിം മതപണ്ഡിതനായിരുന്നു CN അഹമ്മദ് മൗലവി. CN അഹമ്മദ് മൗലവിയാണ് ഖുർആൻ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത്. കാരണം ഖുർആൻ അറബിയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്കും പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്ന ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആൾക്കാരായിരുന്നു നമ്മുടെ കേരളത്തിൽ ഭൂരിപക്ഷവും മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം അങ്ങനെ പരിഭാഷപ്പെടുത്തിയ വ്യക്തിയാണ്. അദ്ദേഹം ഉൾപ്പെടെ ഈ സുപ്രീം കോടതിയെ പിന്താങ്ങി. പക്ഷേ മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള എല്ലാ മുസ്ലിം സംഘടനകളും ആ വിധിയെ എതിർത്തു. ആരെയാ സഹായിച്ചത്? ഭൂരിപക്ഷ വർഗീയവാദികളെ സഹായിച്ചു. മുസ്ലിം സംഘടനകളുടെ ആ നിലപാട് 1986 നമ്മുടെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള മറ്റ് പ്രദേശങ്ങളിലെയും ചുമരുകളിൽ അങ്ങേയറ്റം പ്രകോപനപരമായൊരു മുദ്രാവാക്യം പ്രത്യക്ഷപ്പെട്ടത്. ആ മുദ്രാവാക്യം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നായിരുന്നു. സിമി എന്ന ഒരു മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റ് ഓർഗനൈസേഷൻ, സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ എന്ന ഒരു മുസ്ലിം വിദ്യാർത്ഥി സംഘടന, ഒരു മുസ്ലിം മതമൗലിക വിദ്യാർത്ഥി സംഘടന എഴുതി വച്ച ഒരു ചുമരെഴുത്തായിരുന്നു ഇത്, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നത്. സഹായിച്ചത് ആരെയാ? സഹായിച്ചത് ഭൂരിപക്ഷ വർഗീയവാദികളെയാണ്. അവരിപ്പുറത്തെഴുതി ഇസ്ലാമിൻ്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെയെന്ന്. അത് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് മറ്റൊരു മുദ്രാവാക്യവുമായിട്ട് സിമി പ്രത്യക്ഷപ്പെടുന്നത്. എന്തായിരുന്നു ചുമരിൽ എഴുതി വച്ചത്? ചുമരിൽ എഴുതി വച്ചത് ഖിലാഫത്ത് പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു. തുർക്കിയിൽ നിലനിന്നിരുന്ന ഉസ്മാനിയ ഖിലാഫത്ത്, ഒട്ടോമൻ ഖിലാഫത്ത് 1920കളുടെ ആദ്യത്തിൽ ഇല്ലാതായി. അത് പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള മുദ്രാവാക്യമാണ് പിന്നീട് വന്നത്. സഹായിച്ചത് ആരെയാണ്? മുസ്ലിം വർഗീയവാദികളുടെ ഈ മുദ്രാവാക്യം സഹായിച്ചതും ഹിന്ദു വർഗീയവാദികളെയാണ്. അത് കഴിഞ്ഞ് ഏറെ നാളുകൾ പിന്നിടുന്നതിന് മുമ്പാണ് സയ്യിദ് ഷഹാബുദ്ദീൻ എന്ന MP, പാർലമെൻറ്റ് MP സയ്യിദ് ഷഹാബുദ്ദീൻ റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്തത്. മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്, റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കണം മുസ്ലിങ്ങളെന്ന്. റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇന്ത്യ ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കുക എന്നതിനർത്ഥം നിങ്ങൾ സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന ആശയം ബഹിഷ്കരിക്കണമെന്നാണ്. അതാണെന്ന് ഈ സയ്യിദ് ഷഹാബുദ്ദീൻ എന്ന മുസ്ലിം MP ആഹ്വാനം ചെയ്തത്. സഹായിച്ചത് ആരെയാണ്? സഹായിച്ചത് ഭൂരിപക്ഷ വർഗീയവാദികളെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഭൂരിപക്ഷ വർഗീയവാദികളെ ഇന്നത്തെ നിലയിലേക്ക് ശക്തിപ്പെടുത്തുകയും അവരെ അധികാരത്തിലെത്തിക്കുകയും ചെയ്തതിൽ മുസ്ലിം വർഗീയതയ്ക്ക് അതിൻ്റേതായ പങ്കുണ്ട്, വലിയ പങ്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്. ഇതൊക്കെ പറയുമ്പോൾ മറുപക്ഷത്തു നിന്ന് വരാവുന്നൊരു ചോദ്യമുണ്ട്. ന്യൂനപക്ഷ വർഗീയതയാണ് ഭൂരിപക്ഷ വർഗീയതയെ വളർത്തുന്നത് എന്ന് പറഞ്ഞാൽ മറുപക്ഷത്ത് നിന്ന് ഉയരുന്നൊരു ചോദ്യമുണ്ട്. പലപ്പോഴും ഞാൻ കേട്ടൊരു ചോദ്യമാണ്, അതുകൊണ്ടാണ് ഞാനത് ഇവിടെ ആവർത്തിക്കുന്നത്. ന്യൂനപക്ഷ വർഗീയതയാണ് ഭൂരിപക്ഷ വർഗീയതയെ ഇന്ത്യയിൽ വളർത്തുന്നതെങ്കിൽ ഇന്ത്യയിൽ, കേരളത്തിലല്ലേ ഭൂരിപക്ഷ വർഗീയത കൂടുതൽ ശക്തിപ്പെടേണ്ടത്? അതാണ് ചോദ്യം. അത് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുസ്ലിം മതമൗലിക സംഘടനകളും ഒക്കെ ഉന്നയിച്ച് പോന്നിട്ടുള്ളൊരു ചോദ്യമാണിത്. ന്യൂനപക്ഷ വർഗീയതയാണ് ഇന്ത്യയിൽ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളമായി തീരുന്നതെങ്കിൽ ആദ്യം ഭൂരിപക്ഷ വർഗീയത ശക്തിപ്പെടേണ്ടത് ഉത്തരേന്ത്യയിലല്ല കേരളത്തിലല്ലേ എന്നാണ് അവരുടെ ചോദ്യം. ആ ചോദ്യം ഉന്നയിച്ചിട്ട് അവർ പറയുന്ന മറ്റൊരു കാര്യവും കൂടിയുണ്ട്. ഉത്തരേന്ത്യയിൽ 1947 ശേഷം ഉത്തരേന്ത്യയിൽ എവിടെയാണ് ഏതെങ്കിലും മുസ്ലിം സംസ്ഥാനങ്ങൾ ഭരിച്ചത്? കാശ്മീരുണ്ട്, അത് വിടാം. ബാക്കി എവിടെ? ഭൂരിപക്ഷ വർഗീയത ശക്തി പ്രാപിച്ച UP-യിൽ ഏതെങ്കിലും മുസ്ലിം സംഘടന, രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ ഇരുന്നിട്ടുണ്ടോ 1947 ശേഷം? മധ്യപ്രദേശിലുണ്ടോ, ഗുജറാത്തിലുണ്ടോ, മഹാരാഷ്ട്രയിലുണ്ടോ, രാജസ്ഥാനിലുണ്ടോ, ഒറീസയിലുണ്ടോ, ബീഹാറിലുണ്ടോ എന്നൊക്കെ അവർ ചോദിച്ചിട്ട് അവർ പിന്നെയും പറയും കേരളത്തിലോ? കേരളത്തിൽ കഴിഞ്ഞ 10-40 വർഷമെങ്കിലുമായിട്ട് മുസ്ലിം ലീഗ് എന്ന മുസ്ലിം രാഷ്ട്രീയ സംഘടന മാറി മാറി അധികാരത്തിലിരുന്നിട്ടുണ്ട്. ഇപ്പോഴും അവർക്ക് പറയാം, ഇതാ മുസ്ലിം ലീഗ് അധികാരത്തിൽ.
സംഗതി ശരിയാണ്. മുസ്ലിം ലീഗ് കേരളത്തിൽ മാറി മാറി അധികാരത്തിൽ ഇരുന്നിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് കേരളത്തിൽ ഭൂരിപക്ഷ വർഗീയത ശക്തിപ്പെടുന്നതിന് പകരം മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികൾ അധികാരത്തിലേറിയിട്ടില്ലാത്ത വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ RSS BJPയും വളർന്നു? അതിന് കാരണമുണ്ട്. അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്, ചരിത്രപരമായ കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം ഉത്തരേന്ത്യയിലെ ഇസ്ലാമും കേരളത്തിലെ ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസമാണ്. ഉത്തരേന്ത്യയിലെ ഇസ്ലാം എന്ന് പറയുന്നത് ആക്രമണകാരികളുടെ മതമാണ്. കേരളത്തിൽ ഇസ്ലാം കച്ചവടക്കാരുടെ മതമാണ്, വ്യാപാരികളുടെ മതമാണ്. കേരളത്തിൽ ഇസ്ലാം വന്നത് മഹ്മൂദ് ഗസ്നിയിലൂടെയോ മുഹമ്മദ് ഗോറിയിലൂടെയോ ബാബറിലൂടെയോ ഒന്നുമല്ല. കേരളത്തിൽ ഇസ്ലാം വന്നത് അറേബ്യയിൽ നിന്ന് 7-ാം നൂറ്റാണ്ടിൽ ഇവിടെ കച്ചവടത്തിന് വന്ന അറബികളായ മുസ്ലിങ്ങളിലൂടെയാണ്. അവർ കച്ചവടത്തിനാണ് വന്നത്, രാജ്യം വെട്ടിപ്പിടിക്കാൻ വന്നതല്ല. 712 മുഹമ്മദ് ബിൻ കാസിം സിന്ധ് ആക്രമിച്ചു. 712 എന്ന് പറഞ്ഞാൽ 8-ാം നൂറ്റാണ്ടിൽ സിന്ധ് ആക്രമിച്ചു മുഹമ്മദ് ബിൻ കാസിം. 11-ാം നൂറ്റാണ്ടിൽ മഹ്മൂദ് ഗസ്നി വന്നു, തുടർന്ന് മുഹമ്മദ് ഗോറി വന്നു. അത് കഴിഞ്ഞ് 16-ാം നൂറ്റാണ്ടിൽ 1526 ബാബർ വന്നു. ആക്രമണകാരികളായിട്ട്. ആക്രമണകാരികളുടെ മതവും കച്ചവടക്കാരുടെ മതവും രണ്ടാണ്. ആക്രമണകാരികളുടെ മതത്തിന് രൗദ്രത കൂടും, കച്ചവടക്കാരുടെ മതം സൗമ്യമാണ്. കേരളത്തിൽ ഇസ്ലാം എന്നും സൗമ്യമായിരുന്നു. നേരെ മറിച്ച് വടക്കേ ഇന്ത്യയിൽ ഇസ്ലാം എപ്പോഴും രൗദ്രമായിരുന്നു. അത് കണ്ടാണ് അവിടെ ഹിന്ദുക്കൾ വളരുന്നത്. അതുകൊണ്ടാണ് അവിടെ ഭൂരിപക്ഷ വർഗീയത കൂടുതൽ ശക്തിപ്പെടാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാരണം, വിഭജനത്തിൻ്റെ ക്രൗര്യം കണ്ട് വളർന്നവരാണ് ഉത്തരേന്ത്യയിലെ ജനങ്ങൾ. 1947 ഓഗസ്റ്റിൽ രാജ്യം രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടപ്പോൾ അന്നുണ്ടായ കലാപങ്ങൾ, അന്നുണ്ടായ കൂട്ടക്കൊലപാതകങ്ങൾ ഒക്കെ കണ്ടു വളർന്നവരാണ് ഉത്തരേന്ത്യയിലെ ജനങ്ങൾ, ഉത്തരേന്ത്യയിലെ ഹിന്ദുക്കൾ, ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ. അവരിൽ പലരും, ഉത്തരേന്ത്യയിലെ ഹിന്ദുക്കളിൽ പലരും പാകിസ്ഥാൻ്റെ ഭാഗമായി തീർന്ന കിഴക്കൻ ബംഗാളിൽ നിന്നും അതുപോലെ സിന്ധിൽ നിന്നും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങോട്ട് പോരേണ്ടി വന്നു. അക്കൂട്ടത്തിൽപ്പെട്ടയാളാണ് നമ്മുടെ ലാൽകൃഷ്ണ അദ്വാനി പോലും. ആൾ സിന്ധ് പ്രവിശ്യയിൽപ്പെട്ടയാളാണ്. അങ്ങനെ ഒട്ടേറെ ഹിന്ദുക്കൾ, ഒട്ടേറെ കുടുംബങ്ങൾ, ഹിന്ദു കുടുംബങ്ങൾ ഇന്ത്യയിലേക്കും ഒട്ടേറെ പേര് മുസ്ലിം കുടുംബങ്ങൾ അങ്ങോട്ടും പോകേണ്ടി വന്ന കാലസന്ധിയായിരുന്നു 1947. അതായത് വിഭജനത്തിൻ്റെ ക്രൗര്യം കണ്ടു കേരളത്തിലെ മുസ്ലിങ്ങളോ അല്ലെങ്കിൽ കേരളത്തിലെ ഹിന്ദുക്കളോ. കേരളത്തിലെ 1947 കേരളത്തിൽ നിന്ന് ആരും പാകിസ്ഥാനിലേക്ക് പോയിട്ടില്ല. ഏതോ 1-2 പേര് പോയിട്ടുണ്ടാകാം എന്നല്ലാതെ കൂട്ടത്തോടെ പലായനം ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്ന് മാത്രമല്ല 1947 കാലഘട്ടത്തിൽ കേരളത്തിൽ ഒരു വർഗീയ സംഘടനവും ഉണ്ടായിട്ടുമില്ല, ഹിന്ദു മുസ്ലിം സംഘടന ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് കൂടിയാണ് ഭൂരിപക്ഷ വർഗീയത അപ്പുറത്ത് വടക്കേ ഇന്ത്യയിൽ ശക്തിപ്പെടുകയും ഇവിടെ ശക്തിപ്പെടാതെ പോവുകയും ചെയ്തത്. ഇനിയും കാരണങ്ങളുണ്ട്. ഒറ്റ കാരണം കൂടി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വടക്കേ ഇന്ത്യയിലെ മുസ്ലിങ്ങളും കേരളത്തിലെ മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, വടക്കേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അവരുടേതായ ചില സാംസ്കാരിക പ്രത്യേകതകളുണ്ട് എന്നതാണ്. അവർക്ക് അവരുടേതായ ഒരു ഭാഷ പോലുമുണ്ട്. ഗുജറാത്തിലെ ഹിന്ദുക്കൾ ഗുജറാത്തി സംസാരിക്കുമ്പോൾ ഗുജറാത്തിലെ മുസ്ലിങ്ങൾ സംസാരിക്കുന്നത് ഉറുദു ഭാഷയാണ്. മഹാരാഷ്ട്രയിലെ ഹിന്ദുക്കൾ മറാത്തി സംസാരിക്കുമ്പോൾ അവിടുത്തെ മുസ്ലിങ്ങൾ സംസാരിക്കുന്നത് ഉറുദു ഭാഷയാണ്. യു പിയിലെ ഹിന്ദുക്കൾ ഹിന്ദി സംസാരിക്കുമ്പോൾ അവിടുത്തെ മുസ്ലിങ്ങൾ സംസാരിക്കുന്നത് ഉറുദുവാണ്. അവരുടെ ഭാഷ ഉറുദുവാണ്. അത് ഞാൻ ഭാഷയ്ക്ക് മതമുണ്ട് എന്ന് പറയുകയല്ല. സാംസ്കാരികമായിട്ടുള്ള വേറിട്ട് നിൽപ്പ് ഭാഷയിലും അതുപോലെ വസ്ത്രധാരണ രീതിയിൽ പോലും ഉണ്ട് വടക്കേ ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ. ഇപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ടാവാം, അക്കാലത്ത് വളരെയേറെയുണ്ട്. കേരളത്തിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സംസാരിച്ചു കൊണ്ടിരുന്ന ഒരേ ഭാഷയാണ്. അവിടെ മാതൃഭാഷ മലയാളമാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മറ്റൊരു ഭാഷയില്ല. ഉറുദു അവരുടെ മാതൃഭാഷയല്ല. ഇവിടെ ഉറുദു സംസാരിക്കുന്ന ഒരു കുട്ടിയുമില്ല. ഇവിടുത്തെ എല്ലാ മുസ്ലിങ്ങളും ഹിന്ദുക്കളെപ്പോലെ തന്നെ മലയാള ഭാഷ സംസാരിക്കുന്നു. അതുപോലെ തന്നെ വസ്ത്രധാരണ രീതിയിലും വലിയ വ്യത്യാസമൊന്നും കേരളത്തിലെ മുസ്ലിങ്ങളും കേരളത്തിലെ ഹിന്ദുക്കളും തമ്മിലുണ്ടായിരുന്നില്ല. അപ്പോൾ സാംസ്കാരികമായ ഇഴയടുപ്പം കൂടും കേരളത്തിലെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും അതപ്പുറത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ കൂടിയാണ് ഈ പറയുന്ന ഭൂരിപക്ഷ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ് എന്ന് ഞാൻ പറയുകയാണ്.
അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ വർഗീയത പോഷിപ്പിക്കുന്നതിൽ, മതവികാരം വളർത്തുന്നതിൽ പങ്കുവഹിക്കുന്നത് കേവലം വർഗീയ പാർട്ടികൾ മാത്രമല്ല. അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണിത്. ഇവിടെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട, മുസ്ലിം സമുദായത്തിൽപ്പെട്ട, ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട, സിഖ് സമുദായത്തിൽപ്പെട്ട വർഗീയവാദികളും മതമൗലികവാദികളും മാത്രമല്ല ഇവിടെ വർഗീയ വികാരം വളർത്തുന്നതിൽ നമ്മുടെ സെക്യുലർ പാർട്ടികൾ ഒട്ടും നിസ്സാരമല്ലാത്ത പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്തും, എല്ലാ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്തും, എല്ലാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്തുമൊക്കെ നമ്മൾ കാണുന്നത് എന്താണ്? നമ്മുടെ മതേതര പാർട്ടികളുടെ നേതാക്കന്മാർ കേരളത്തിലുള്ള എല്ലാ മതപ്രഭുക്കന്മാരെയും എല്ലാ ജാതി പ്രഭുക്കന്മാരെയും ചെന്ന് കണ്ട് വണങ്ങും. എല്ലാ മതേതര പാർട്ടികളും, അവിടെ വ്യത്യാസമൊന്നുമില്ല. വലത് മതേതര പാർട്ടിയായാലും ഇടത് മതേതര പാർട്ടിയായാലും എല്ലാവരും പോകും. മതപ്രഭുക്കന്മാരെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിൽ സാധാരണ നമ്മൾ ലാൻഡ് ലോഡ്സിനെ കുറിച്ചാണ് പറയാം, ജന്മികളെക്കുറിച്ച്, ഭൂപ്രഭുക്കന്മാരെ പറ്റിയാണ് പറയുക, ലാൻഡ് ലോഡ്സ്. നമ്മുടെ നാട്ടിൽ ആ ലാൻഡ് ലോഡ്സ് മാത്രമല്ല, ഭൂപ്രഭുക്കൾ മാത്രമല്ല, റിലീജിയസ് ലാൻഡ് ലോഡ്സ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ കാസ്റ്റസ്റ്റ് ലാൻഡ് ലോഡ്സ് ഉണ്ട്. വെള്ളാപ്പള്ളി കാസ്റ്റസ്റ്റ് ലാൻഡ് ലോഡാണ്. കാന്തപുരം റിലീജിയസ് ലാൻഡ് ലോഡാണ്. ബിഷപ്പുമാർ റിലീജിയസ് ലാൻഡ് ലോഡ്സാണ്. നമ്മുടെ എല്ലാ മതേതര പാർട്ടികളുടെയും നേതാക്കന്മാരും സ്ഥാനാർത്ഥികളും ജയിച്ചു കഴിഞ്ഞാൽ അവരുമൊക്കെ ഇവരുടെയൊക്കെ സവിധത്തിലേക്കാണ് ഓടുന്നത്. കാരണം അവരാണ് ജയിപ്പിച്ചത് ഇവരെ എന്നാണ് അവർ വിചാരിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മുടെ കേരളത്തിൽ എത്ര മതേതര പ്രസ്ഥാനങ്ങളുണ്ട്? ഒന്നാന്തരം ഉദാഹരണമാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന സെക്യുലർ പ്രസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഓഫീസിലോ ഏതെങ്കിലും നേതാക്കളെ കാണാനോ നമ്മുടെ നാട്ടിലെ ഇടത്തും വലത്തും പ്രവർത്തിക്കുന്ന ഏതെങ്കിലും മതേതര പാർട്ടിയുടെ നേതാക്കന്മാർ ഇക്കാലം വരെ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മാത്രമല്ല, യുക്തിവാദി സംഘടനകളുണ്ട്, പ്രകൃതി സംരക്ഷണ പ്രസ്ഥാനങ്ങളുണ്ട്, ഒക്കെ സെക്യുലർ പ്രസ്ഥാനങ്ങളാണ്. ഇത്തരം പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെയോ അണികളെയോ കാണാൻ, അവരുടെ വോട്ട് തേടാൻ വേണ്ടി ഏതെങ്കിലും സെക്യുലർ പാർട്ടിയുടെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയോ ഏതെങ്കിലും MLA യോ ഏതെങ്കിലും MP യോ എപ്പോഴെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? ഇല്ല. അതായത് നമ്മുടെ രാജ്യത്ത് വർഗീയത വളർത്തുന്നതിൽ, വർഗീയതയ്ക്കെതിരെ നിലകൊള്ളുന്നു എന്ന് വ്യാജമായി അവകാശപ്പെടുന്ന മതേതര പാർട്ടികൾ വഹിക്കുന്ന പങ്ക് ഒരിക്കലും മറച്ചു പിടിക്കാവുന്നതല്ല. എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ സെക്യുലർ പാർട്ടികൾ, നമ്മുടെ മതേതര പാർട്ടികൾ, അവയുടെ നേതാക്കന്മാർ ആത്മപരിശോധന നടത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ്. ഇനിയും ഇങ്ങനെ പോയാൽ കേരളം, രാജ്യം കൂടുതൽ വർഗീയതയിലേക്ക്, കൂടുതൽ മത തീവ്രവാദത്തിലേക്ക് വഴുതുകയല്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച സംഘാടകർക്ക് ഞാൻ നന്ദി ഒരിക്കൽ കൂടി പറയുന്നു. അതുപോലെ ഇവിടെ യുക്തിവിചാരം ജോസിൻ്റെ പേരിൽ ഏർപ്പെടുത്തപ്പെട്ട പുരസ്കാരത്തിന് അർഹത നേടിയ നമ്മുടെ ജബ്ബാർ മാഷെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.